പീരുമേട് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്നു. ഉൾവനത്തിലേക്ക് മടങ്ങാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം കാരണം ഭയന്നാണ് പട്ടുമലയിലെ ജനങ്ങൾ കഴിയുന്നത്. പട്ടുമല എസ്റ്റേറ്റിലെ പൂങ്കാവനം ഭാഗത്തിനോട് ചേർന്നുള്ള കാടുമൂടിയ പ്രദേശത്താണ് നിലവിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ചുമല, രാജമുടി, പട്ടുമല ഭാഗങ്ങളിൽ കാട്ടാന ശല്യം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും പട്ടുമലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒരു കൊമ്പൻ ഉൾപ്പെടെ 4 ആനകളാണ് ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെയും നോക്കണം, എൻ്റെ കുടുംബം നോക്കണം. ബാങ്കിനകത്ത് 3 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി തേയില പറിച്ചിട്ട് ഏലകൃഷിയിലോട്ട് നാം മുമ്പോട്ട് വന്നു 10 രൂപ ആദായം കെട്ടി എൻ്റെ കുടുംബം നോക്കണം, അച്ഛനമ്മയും നോക്കണം, ബാങ്കിലോട്ട് മത്സരം കളിക്കണം. ഇപ്പം നമ്മൾ വിളവെടുക്കാൻ നേരത്താ ഇങ്ങനെ വന്നിട്ട് അന്യം മൃഗങ്ങൾ നാശമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം എനിക്ക് എങ്ങനെ പോയാലും 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി എനിക്ക് തീർച്ചയായിട്ട് ഇത് നടത്തി തരണം. ഒന്ന്. രണ്ടാമത് ഈ ആനയെ ഇവിടെ നിന്ന് വനത്തിലോട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ചെയ്യണം. പലവട്ടം നാം മെമ്പറടുത്ത് പറഞ്ഞിട്ടുണ്ട്. മെമ്പർ അതുപോലെ അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ വിളിക്കുന്നുണ്ട്. അവർ പാതിരാത്രിക്കായാലും വാർന്നുണ്ട്, 2 വെടി ഇടുന്നുണ്ട്, അവർ പിന്നെ പോകുന്നുണ്ട്. ഇതില്ലാതെ ഇവിടെ വേറെ ഒരു സംവിധാനം ചെയ്യുന്നില്ല. ഇപ്പോൾ രാത്രി വന്ന് അവർ പടക്കം പൊട്ടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ലെന്നാണോ പറയുന്നത്? വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ വന്ന് അവർ ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് എഴുതി അവർ പോയി. അതല്ലാതെ വേറെ നടപടിയായിട്ട് അവർ മുമ്പോട്ട് വരുന്നില്ല. ഈ ആന ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 5-6 മാസകാലമായി. ഞങ്ങൾക്ക് 6 മണികൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഈ വയസ്സായ അമ്മയും അച്ഛനെയും വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, പിന്നെ ഭാര്യയുണ്ട്. ഞങ്ങൾ 4 പേരുമായി ഈ വീട്ടിൽ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൃഷിനാശത്തിന് പുറമെ പ്രദേശവാസികളുടെ ജീവനും ഈ ആനക്കൂട്ടം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. പകൽ സമയങ്ങളിൽ കൃഷിയിടങ്ങളിൽ ജോലിക്ക് പോകാൻ പോലും തൊഴിലാളികൾ ഭയക്കുകയാണെന്ന് വാർഡ് മെമ്പർ LC ഷെയർ പറഞ്ഞു. ഇങ്ങനെ ആനശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു കൃഷിയാണ്. ഈ കൃഷി ആശ്രയിച്ചാണ് ഈ പറമ്പുകാർ ജീവിക്കുന്നത്. അതുപോലെ അടുത്ത പറമ്പുകാർ അതുപോലെ തന്നെ തൊട്ട് അടുത്തടുത്ത് വീടുള്ളതാണ്. ഫോറസ്റ്റുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവർ പടക്കമൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ആന സ്ഥിരം ഒരു 4 ആന ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും ഒന്ന് വിടാനുള്ള സംവിധാനം ചെയ്ത് എൻ്റെ വാർഡിലെ ജനങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. കാട്ടാനകൾക്ക് പുറമെ കല്ലാർ പ്രദേശത്തെ കടുവയുടെ സാന്നിധ്യവും രൂക്ഷമാകുന്നത് ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. വന്യമൃഗങ്ങളെ തുരത്താൻ ശാശ്വതമായ യാതൊരു നടപടിയും സ്വീകരിക്കാതെ വനം വകുപ്പ് നിഷ്ക്രിയത പാലിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച് തൽക്കാലത്തേക്ക് ഓടിക്കുക എന്നതിനപ്പുറം ഇവയെ ഉൾവനത്തിലേക്ക് തുരത്തി വിടാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പീരുമേട്.